നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ചു കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ വളർത്തുമകൻ രാജ പെറ്റമ്മയെ കണ്ടെത്തി. വഴിതെറ്റി കേരളത്തിലെത്തിയ ഝാർഖണ്ഡ് സ്വദേശിയായ 19-കാരൻ രാജ ഒടുവിൽ ജന്മനാട്ടിലേക്ക് മടങ്ങി. 2012 തന്റെ 6-ാം വയസ്സിലാണ് രാജയെ വീട്ടുകാർക്ക് നഷ്ടമാകുന്നത്. ജന്മനാടായ ചായ്ബാസയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന വണ്ടിയിൽ കൗതുകത്തിന് കയറിയിരുന്ന രാജ വഴിതെറ്റി ഒടുവിൽ എറണാകുളത്ത് എത്തുകയായിരുന്നു. അവിടെ അലഞ്ഞുതിരിഞ്ഞ ബാലനെ പോലീസ് കണ്ടെത്തി ചൈൽഡ് കെയർ ഹോമിലാക്കി. പിന്നീട് തൃശൂരിലെ ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി. അവിടെ വെച്ച് നടന്ന കൌൺസിലിംഗിലാണ് തന്റെ ഗ്രാമത്തെയും മാതാപിതാക്കളെയും കുറിച്ചുള്ള അവ്യക്ത ഓർമ്മകൾ രാജ പങ്കുവച്ചത്. തലശ്ശേരി ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട് മുഹമ്മദ് അഷ്റഫ് ഈ വിവരങ്ങൾ മിസ്സിംഗ് പേഴ്സൺ കേരള എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചതോടെയാണ് അന്വേഷണത്തിന് വഴിത്തിരിവുണ്ടായത്. ഝാർഖണ്ഡിലെ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും വാർത്തകൾ പ്രചരിച്ചു. 10 ലക്ഷത്തിലധികം ആളുകൾ കണ്ട ഒരു യൂട്യൂബ് വീഡിയോ രാജയുടെ അയൽവാസി കാണുകയും തുടർന്ന് വീഡിയോ കോൾ വഴി രാജ തന്റെ അമ്മയെയും സഹോദരിമാരെയും തിരിച്ചറിയുകയുമായിരുന്നു. തലശ്ശേരി ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട് ശ്രീ മുഹമ്മദ് അഷ്റഫ്. 4-ാം തീയതി കെയർ ഹോം സൂപ്രണ്ടായ ശ്രീ സെയ്തലവി സാറ് എന്നെ വിളിച്ച് രാജ എന്ന പേരുള്ള ഒരു കുട്ടിയെ തൃശ്ശൂർ ചിൽഡ്രൻസ് ഹോമിൽ നിന്നും ആഫ്റ്റർ കെയർ ഹോമിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നും ആ കുട്ടിയുടെ ഒരു ആഫ്റ്റർ കെയർ പ്ലാൻ തയ്യാറാക്കണമെന്നും നന്നായി ഫുട്ബോൾ കളിക്കുന്ന കുട്ടിയാണെന്നും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കൂടി ആലോചിക്കാമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ സ്ഥാപനത്തിലേക്ക് പോവുകയും രാജയുമായും സൂപ്രണ്ടുമായും ഒക്കെ സംസാരിച്ചതിൽ രാജ തനിക്ക് തൻ്റെ വീട് കണ്ടെത്തണമെന്നും തൻ്റെ അമ്മയെയും അച്ഛനെയും സഹോദരങ്ങളെയും ഒക്കെ കണ്ടെത്തി അവരോട് കൂടെ താമസിക്കാൻ താല്പര്യമുണ്ടെന്നും അറിയിക്കുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മിസ്സിംഗ് പേഴ്സൺ കേരള ഗ്രൂപ്പിലെ ജാർഖണ്ഡ് സ്വദേശികളായ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടു. വിശദമായ കുട്ടിയുടെ വിവരങ്ങളൊന്നും ലഭ്യമല്ലാത്തതിനാൽ ആ വിവരം ലഭ്യമാക്കാൻ വേണ്ട ശ്രമങ്ങൾ ഞാൻ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കുട്ടി മുമ്പ് നിന്നിരുന്ന തൃശ്ശൂർ ചിൽഡ്രൻസ് ഹോമിലും പള്ളുരുത്തി സ്നേഹഭവൻ എന്ന സ്ഥാപനത്തിലും ബന്ധപ്പെട്ട് പറ്റാവുന്ന വിവരങ്ങൾ കളക്ട് ചെയ്തു. യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 12 മണിക്കൂർ കൊണ്ട് തന്നെ 70,000 ഷെയറും 10 ലക്ഷത്തിലധികം ആളുകൾ കാണുകയും ചെയ്ത ആ വീഡിയോ വഴി അവൻ്റെ ബന്ധുക്കളെ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു. 14 വർഷം കേരളത്തിൽ താമസിച്ച രാജ തലശ്ശേരിയിലെത്തി 14 ദിവസം കൊണ്ട് അവൻ്റെ ബന്ധുക്കളെ കണ്ടെത്താനായി എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. രാജ ജാർഖണ്ഡിലെ പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം നാട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു വലിയ ജനാവലിയാണ് രാജയെ സ്വീകരിക്കാൻ അവിടെ കൊട്ടും പാട്ടും നൃത്തവുമെല്ലാമായി തയ്യാറായി നിന്നിരുന്നത്. അവരോടൊപ്പം ഒരു രാജാവിനെ പോലെയാണ് രാജ അവൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നത്. ഈ വലിയ ഒരു ദൗത്യത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞു എന്നത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഝാർഖണ്ഡിൽ നിന്നെത്തിയ സർക്കാർ പ്രതിനിധികൾക്കൊപ്പമാണ് രാജ എരഞ്ഞോളിയിലെ ആഫ്റ്റർ കെയർ ഹോമിൽ നിന്നും പുറപ്പെട്ടത്. തന്നെ പോറ്റി വളർത്തിയ മലയാളക്കരയെ പിരിയാനാവില്ലെന്നും ഉറ്റവർക്കൊപ്പം കുറച്ചുനാൾ താമസിച്ച ശേഷം തിരികെ വരുമെന്നുമുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഈ യുവാവിന്റെ മടക്കം. ഇതിനിടെ അച്ഛനും ഒരു സഹോദരനും മരണപ്പെട്ട വാർത്ത രാജ സങ്കടത്തോടെയാണ് അറിഞ്ഞത്. താൻ പോരുമ്പോൾ അമ്മ കയ്യിലെടുത്ത് നടന്നിരുന്ന കുഞ്ഞനുജത്തിക്ക് ഇപ്പോൾ 15 വയസ്സായെന്നറിഞ്ഞത് രാജയ്ക്ക് വലിയ അത്ഭുതമായി. സ്വന്തം നാടിനെയും നാട്ടുകാരെയും ബന്ധുക്കളെയും കാണാനായതിന്റെ സന്തോഷത്തിലാണ് രാജ. മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുന്ന നാസയുടെ ആർടെമിസ് 2 വിക്ഷേപണം ഏപ്രിൽ 1 നടത്താൻ തീരുമാനം. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം പലതവണ മാറ്റിവെച്ച വിക്ഷേപണമാണിത്. 1 വിക്ഷേപണം നടന്നില്ലെങ്കിൽ 6 വരെ ലോഞ്ച് വിൻഡോയുണ്ട്. 10 ദിവസം നീളുന്ന ദൌത്യത്തിൽ നാസയുടെ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോക്ക്, കനേഡിയൻ ബഹിരാകാശ ഏജൻസിയിലെ ജെർമി ഹാൻസൺ എന്നിവരാണുള്ളത്. ഇവരുടെ പേടകം ചന്ദ്രനെ ചുറ്റി മടങ്ങിയെത്തും. അടുത്ത ദൌത്യത്തിലാകും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുക. 5 ദശാബ്ദത്തിലേറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം മനുഷ്യൻ വീണ്ടും ചന്ദ്രനിലേക്ക് പുറപ്പെടുകയാണ്. ആദ്യഘട്ടം ചന്ദ്രന് ചുറ്റും 10 ദിവസത്തെ ചുറ്റിക്കറക്കമാണ്. ഇതിനായുള്ള ആർടെമിസ് 2 ദൌത്യത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തി.
റോക്കറ്റ് ലോഞ്ച് പാഡിൽ റോക്കറ്റ് ആകാശമുട്ടെ തല ഉയർത്തി നിൽക്കുന്ന ചിത്രം നാസ പുറത്തുവിട്ടിരുന്നു. അപ്പോളോ സംഘം ചന്ദ്രന്റെ ഉപരിതലത്തിൽ കാലുകുത്തി 54 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വലംവെക്കൽ പരീക്ഷണം. ആർട്ടിമിസിന്റെ അടുത്ത ഘട്ടമാകും ചന്ദ്രനിൽ ഇറങ്ങുന്നത്. ഈ ദൌത്യം വിജയകരമാകുന്നതോടെ ചന്ദ്രപര്യവേക്ഷണത്തിൽ ഒരു പുതിയ ഏടിനാകും തുടക്കം കുറിക്കുക. ഗാനഗന്ധർവൻ യേശുദാസിന്റെ ഗാനങ്ങളുടെ ഒരു ലൈബ്രറിയെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി. യേശുദാസ് ഡിജിറ്റൽ ലൈബ്രറി തിരുവനന്തപുരം ഭാരത് ഭവനിലാണ് സജ്ജമായിരിക്കുന്നത്. സ്വാതി തിരുനാൾ സംഗീത കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് KJ യേശുദാസ് താമസിച്ചിരുന്ന ചെറിയ കെട്ടിടത്തെയാണ് യേശുദാസ് ഡിജിറ്റൽ ലൈബ്രറി ആക്കി മാറ്റിയത്. ഡോക്ടർ KJ യേശുദാസിന്റെ അപൂർവ ചിത്രങ്ങൾ, പാട്ടുകൾ, അദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയും ചലച്ചിത്ര സംവിധായകനുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ. ഒരു 70 വർഷങ്ങൾക്ക് മുൻപ് ചെമ്മാങ്കുടി ശ്രീനിവാസ ഭാഗവതയ്യർ എന്ന സംഗീതജ്ഞൻ, അദ്ദേഹം സ്വാതി തിരുനാൾ കോളേജ് സംഗീത അക്കാദമി ആയിരുന്നു അന്ന്. അപ്പം അതിന്റെ പ്രിൻസിപ്പലായിട്ടുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അംബാസഡർ കാറിൽ ഒരു വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന സമയത്ത്, അന്ന് ഭാരത് ഭവൻ ഇപ്പോഴും ഓഫീസായി പ്രവർത്തിക്കുന്ന കെട്ടിടമായിരുന്നു അന്നത്തെ ഈ സംഗീത അക്കാദമിയുടെ പ്രിൻസിപ്പൽമാരുടെ ഔദ്യോഗിക വസതി. അപ്പം അവിടെയായിരുന്നു ചെമ്മാങ്കുടി ശ്രീനിവാസ ഭാഗവതയ്യർ സാർ താമസിച്ചിരുന്നത്. അപ്പൊ അവിടെ മഴ നനഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടിയെ കാണുകയും ആ കുട്ടിയിൽ ഒരു സ്നേഹം തോന്നിയിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞത്, എനിക്ക് അവിടെ സംഗീത വിദ്വാൻ കോഴ്സിന് അഡ്മിഷൻ കിട്ടി, പക്ഷെ താമസിക്കാൻ ഒരു ഇടം ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞപ്പോ ചെമ്മാങ്കുടി ശ്രീനിവാസ ഭാഗവതയ്യരുടെ കാരുണ്യം, സ്നേഹം, അതിന്റെ ഭാഗമായിട്ട് അവിടെ അദ്ദേഹം താമസിക്കുന്നതിനോട് ചേർന്നുള്ള ചായ്പ് മുറിയിൽ അവിടെ അന്തി ഉറങ്ങാനും താമസിക്കാനുമുള്ള ഇടം കൊടുത്തു. അവിടെ അന്ന് താമസിച്ച ആ കുട്ടിയാണ് ഇന്ന് ലോക സംഗീത രംഗത്ത് ഏറ്റവും മികവാർന്ന രീതിയിൽ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട KJ യേശുദാസ് സാറ്. അപ്പോൾ പത്മവിഭൂഷൺ ഡോക്ടർ KJ യേശുദാസ് എന്ന പേര് നമുക്ക് അത്രമാത്രം മലയാളികളുടെ, ഇന്ത്യൻ സംഗീതത്തിന്റെയൊക്കെ മനസ്സിൽ അത്രമാത്രം ആഴത്തിൽ പതിഞ്ഞതാണ്. ഒരു ഗുരുവിന്റെ സ്നേഹകാരുണ്യവും ആർദ്രതയും കനിവും കൊണ്ട് ഒരു ശിഷ്യൻ വലിയ ഉന്നതിയിലേക്ക് വളർന്നു വരുന്നതിന്റെ മോട്ടിവേഷന്റെ കഥ കൂടിയാണ്. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ച സമയത്തെ ചിത്രങ്ങൾ, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം മുതലുള്ള ചിത്രങ്ങൾ, ഒപ്പം പ്രവർത്തിച്ച സംഗീത സംവിധായകർ തുടങ്ങിയവർക്കൊപ്പമുള്ള അപൂർവ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഗാനഗന്ധർവന്റെ ജീവിതത്തിലെ അപൂർവ സുന്ദര യാത്രയാണ് ഈ ചിത്ര പ്രദർശനം. കൂടാതെ മറ്റൊരു മുറിയിലായി ഒരു ഗ്രാമഫോണും സജ്ജമാക്കിയിട്ടുണ്ട്. ഡോക്ടർ KJ യേശുദാസിന്റെ ഗാനങ്ങളാണ് ഇതിലൂടെ ശ്രോതാക്കളെ തേടിയെത്തുക. യേശുദാസിന്റെ ചലച്ചിത്ര ഗാനങ്ങൾ, ലളിതഗാനങ്ങൾ, ശാസ്ത്രീയ സംഗീതം, കച്ചേരികൾ, ഭക്തിഗാനങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ, അന്യഭാഷാ ഗാനങ്ങൾ തുടങ്ങിയവയുടെ ശേഖരവും ലൈബ്രറിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്ത്യയെ ചുറ്റി സഞ്ചരിച്ച പായ്ക്കപ്പൽ അന്താരാഷ്ട്ര തുറമുഖമായ വിഴിഞ്ഞത്തെത്തി. തീരസംരക്ഷണ സേനയുടെ 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് പായ്ക്കപ്പൽ വിഴിഞ്ഞത്തെത്തിയത്. ഗോവയിൽ നിന്നാണ് പായ്ക്കപ്പൽ പുറപ്പെട്ടത്. ശക്തമായ കാറ്റിനെയും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മഴയെയും ആഴക്കടലിലെ തിരകളെയും തരണം ചെയ്താണ് പായ്ക്കപ്പൽ എത്തിയത്. ക്യാപ്റ്റൻ ഉൾപ്പെടെ 11 പേരാണ് പായ്ക്കപ്പലിൽ ഉള്ളത്. തിങ്കളാഴ്ച ഉച്ചയോടെ പുതിയ ജെട്ടിയിലെത്തിയ പായ്ക്കപ്പലിനെ സ്റ്റേഷൻ കമാൻഡറിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. വിഴിഞ്ഞത്ത് നിന്ന് കപ്പൽ ശ്രീലങ്കൻ കടൽ അതിർത്തിയിലൂടെ ചെന്നൈയിലേക്കാണ് പോകുക. തീരസംരക്ഷണ സേനയെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യവും ഈ യാത്രയിലുണ്ട്. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.